ചെറിയ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന മാഹി ശ്രീകൃഷ്ണ ക്ഷേത്രം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്താണ്. അവിടെ 10 ദിവസമായി ഏകാദശി മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ സമാപിച്ചു. അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ പറയാം. 10 ദിവസവും ഓരോ ദിവസവും ഓരോ പരിപാടികളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. തിടമ്പ് നൃത്തമൊക്കെയാണ് ഇത്. പിന്നെ ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 10 ദിവസവും അന്നദാനം ഉണ്ടായിരുന്നു. 3-4 ദിവസമൊക്കെ പോയി കഴിച്ചു. അവസാനത്തെ ദിവസമാണ് ആറാട്ട് സദ്യ ഉണ്ടാകാറ്. എന്നും ഉച്ചയ്ക്ക് ഇവിടെ ഭക്തിഗാനസുധ ഓരോ ഗാന ഗ്രൂപ്പിൻ്റെയും ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഞങ്ങൾ കുറച്ച് സമയം ആ ഗാനസുധയൊക്കെ കേട്ട് ആസ്വദിച്ചിരുന്നു. എന്നിട്ടാണ് വീട്ടിലേക്ക് മടങ്ങാറുള്ളത്. അവസാനം എഴുന്നള്ളത്ത് ഒരു ദിവസം ഉണ്ടാകും. അതിന് നഗരമാകെ ഒരുങ്ങിയിരിക്കും. അടുത്തുള്ള വീട്ടുകളിലൊക്കെ ദീപം തെളിയിച്ച് സ്ത്രീകളും കുട്ടികളും അമ്മമാരും ഒക്കെ താലപ്പൊലി പോകും. അങ്ങനെ ഒരു നാടിൻ്റെ ഉത്സവം തന്നെയാണ് ഈ ഒരു അമ്പലത്തിൻ്റെ ആഘോഷം. ഇതാ ഉണ്ണിക്കണ്ണന തേരിൽ നഗരം ചുറ്റി കൊണ്ടുപോകുന്നതാണ്. ഇത് കാണാൻ വേണ്ടി വഴിയോരത്ത് ആളുകളൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. ആനയൊക്കെ ഉണ്ട്. അതേപോലെ അവസാനത്തെ ദിവസം പള്ളിവേട്ടയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഭഗവാന്റെ തിരുരൂപം നഗരപ്രദക്ഷിണമൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ ഒരു 11 തവണ പ്രദക്ഷിണം വയ്ക്കും. അതിനും എല്ലാവരും ഇതിൻ്റെ അകമ്പടിയായിട്ട് താലപ്പൊലി പോകുന്നത് പോലെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പ്രാവശ്യം ഇങ്ങനെ ഉത്സവത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞത്. അത് ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇതാ അമ്പലത്തിലേക്ക് കയറി ഇനി ഒരു 11 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ ഉത്സവത്തിൻ്റെ കൊടി ഇറക്കും. അതോടുകൂടി ഈ വർഷത്തെ നമ്മുടെ കൊച്ചു ഗുരുവായൂർ ഏകാദശി ഉത്സവം കഴിഞ്ഞു.